ഹലോ മക്കളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വളരെ ഇമ്പോർട്ടന്റ് പോർഷനാണ് ഹബ്ബും സ്വിച്ചും. അതായത് മൾട്ടിപ്പിൾ നോട്ട്സുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വരികയാണെങ്കിൽ ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഉത്തരമാണ് ഹബ്ബും സ്വിച്ചും. എന്താണ് ഹബ്ബ്, എന്താണ് സ്വിച്ച്, എന്താണ് ഹബ്ബ് സ്വിച്ച് ഡിഫറൻസ്, അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ ആണെങ്കിൽ നമ്മൾ ഹബ്ബ് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഹബ്ബ് വഴി നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലോട്ട് ഡേറ്റാസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അഥവാ ഡേറ്റാസിനെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഡേറ്റാ സെൻഡിങ്ങും റിസീവിങ് നടക്കുന്നത് ഹബ്ബിൽ? നോക്കാം. ദാണ്ട ഈ സെൻട്രൽ കിടക്കുന്ന ഡിവൈസ് ആണ് ഹബ്ബ്. ക്ലിയർ? യെസ്. അപ്പൊ സെൻട്രൽ കിടക്കുന്ന ഡിവൈസ് ഹബ്ബാണ്, ചുറ്റും കിടക്കുന്ന നോഡുകളാണ്. അപ്പൊ ഇത് ഫസ്റ്റ് നോഡ്, ഇത് സെക്കൻഡ് നോഡ്, ഇത് തേർഡ് നോഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പൊ എനിക്ക് N1 നോഡിൽ നിന്ന് N2 നോഡിലോട്ട് എനിക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ N1 നോഡിൽ നിന്ന് N2 ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം ആ ഡേറ്റ എങ്ങോട്ട് വരും? N1 നിന്ന് ഹബ്ബിലോട്ട് വരും. ഹബ്ബ് എന്ത് ചെയ്യും? ഹബ്ബാണ് ഈ ഡേറ്റയെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലോട്ട് അയക്കേണ്ടത്, ഡെസ്റ്റിനേഷൻ നോഡിലോട്ട് അയക്കേണ്ടത്. പക്ഷെ ഹബ്ബിനൊരു പ്രോബ്ലം ഉണ്ട്. ഹബ്ബിന് ഈ ചുറ്റുമുള്ള നോഡിന്റെ ഒന്നും അഡ്രസ്സസ് അറിയത്തില്ല. കാരണം അഡ്രസ് അറിഞ്ഞാൽ മാത്രമേ ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലോട്ട് മാത്രം ആ ഡേറ്റ അയക്കത്തുള്ളൂ. പക്ഷെ എന്താണ്, ഈ ഹബ്ബിനാണെങ്കിൽ ഒരു നോഡിന്റെയും അഡ്രസ് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഹബ്ബ് ഒരു പരിപാടി ചെയ്യും, കണ്ണും പൂട്ടി എന്ത് ചെയ്യും, അഥവാ എല്ലാ നോഡിലോട്ടും എന്ത് ചെയ്യും, ഈ ഒരു ഡേറ്റ കോപ്പി ചെയ്യും. ഓക്കെ, എവിടെങ്കിലും ചെന്ന് വിടട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതായത് എല്ലാ നോഡിന്റെ അഡ്രസ് അറിയത്തില്ല. അതായത് ഫസ്റ്റ് എന്താണ് മക്കളെ, N5 നോഡിലോട്ട് ഡേറ്റ അയച്ചു. അപ്പൊ അവിടുത്തെ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സോട്ട് മാച്ച് ആയില്ല. അപ്പൊ അടുത്ത നോഡിലോട്ട് പോയി, N4ലോട്ട് പോയി. N4 പോയപ്പോൾ അവിടുത്തെ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സോട്ട് മാച്ച് ആയില്ല. അപ്പൊ അടുത്ത നോഡിലോട്ട് പോയി. അവിടുത്തെ ഈ N3 നോഡിന്റെ അഡ്രസ്സും ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സോട്ട് മാച്ച് ആയില്ല. അപ്പൊ അടുത്ത അഡ്രസ്സിലോട്ട് പോയി, N2ലോട്ട് പോയി. അപ്പൊ അവിടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും N2 നോഡിന്റെ അഡ്രസ്സുമായിട്ടുണ്ടെങ്കിൽ മാച്ച് ആയി. അപ്പോൾ അവിടെ ഡേറ്റ അക്സെപ്റ്റ് ചെയ്തു. അതായത് ഈ പറഞ്ഞ ഹബ്ബ് ഉപയോഗിക്കുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് കൂടുന്നില്ലേ. കാരണം ഇങ്ങനെ ഓരോ നോട്ട്സിലോട്ട് ഇങ്ങനെ മാറി മാറി പോവില്ലേ. അപ്പൊ നെറ്റ്വർക്ക് ട്രാഫിക് ഇൻക്രീസ് ചെയ്യുന്നു. അത് വളരെ ഡീമെറിറ്റ് ആണ് അല്ലേ. യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ട്രാഫിക് കൂട്ടുന്നുണ്ട്, കൊളീഷൻ കൂട്ടുന്നുണ്ട്. അപ്പൊ എന്താണിത്, സ്വിച്ചിനെ അപേക്ഷിച്ച് വളരെ സ്ലോവർ ആണ്. പക്ഷെ സ്വിച്ചിലോട്ട് വരികയാണ്, സ്വിച്ച് ഉപയോഗിച്ച് ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാണ്ട ഞാനിപ്പോൾ N1 നോഡിൽ നിന്ന് N2ലോട്ട് ഡേറ്റ അയക്കണം. ആദ്യം ആ ഡേറ്റ എങ്ങോട്ട് വരും? സ്വിച്ചിലോട്ട് വരും. സ്വിച്ച് എന്ത് ചെയ്യും? സ്വിച്ചിനൊരു കാര്യമുണ്ട്, ചുറ്റുമുള്ള എല്ലാ നോഡുകളുടെയും അഡ്രസ് ആർക്കറിയാം? സ്വിച്ചിനറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വിച്ച് എന്ത് ചെയ്യും? സ്വിച്ച് ഡെസ്റ്റിനേഷൻ അഡ്രസ് എങ്ങോട്ടാണോ, ഡെസ്റ്റിനേഷൻ നോഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രമേ ഡേറ്റ അയക്കത്തുള്ളൂ. ഇപ്പൊ N2 നോഡിന്റെ അഡ്രസ് വെച്ചിട്ടാണ് ഈ N1 നോഡ് അയച്ചെങ്കിൽ ആ N2 നോഡിന്റെ അഡ്രസ് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രമേ അയക്കത്തുള്ളൂ. അതായത് മറ്റുള്ള നോഡിലോട്ടൊന്നും എന്താണ് ഈ ഒരു ഡേറ്റ കോപ്പി ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നെറ്റ്വർക്ക് ട്രാഫിക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് വളരെ. കാരണം ഈ ഹബ്ബിനെ അപേക്ഷിച്ച് വളരെ സ്പീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഹബ്ബ് സ്വിച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അല്ലെങ്കിൽ നമ്മുടെ ഈ പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ തന്നെയാണ് ഹബ്ബ് സ്വിച്ച് ഡിഫറൻസ് പറഞ്ഞാൽ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.